തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്, നേരുകയാണ്. പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹമുള്ള യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളത് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് പേർക്കൊക്കെ താല്പര്യമില്ലാതെ ഇരിക്കുന്നുള്ളൂ. പക്ഷേ മറ്റൊരാൾ വന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് പൊതുവെ ഒരു ഇഷ്ടക്കേട് തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ഭൂമിയിൽ തന്ന മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവരെ ബഹുമാനിക്കണമെന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൽപ്പനയാണല്ലോ. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെ ഞങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്ന ഓരോ സമയത്തും സംസാരിക്കുന്ന എന്നെയും അത് കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. അമ്മ മാതാവേ, തുറന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അമ്മ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികളോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഇത് നമ്മോട് ആദ്യം പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് നമ്മളോട് പറയുന്നത് ആരാണ്? നമുക്കത് കാണാൻ സാധിക്കുക പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 12 വാക്യം. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ആ സന്ദർഭം എന്ന് പറയുന്നത് മോശയ്ക്ക് ദൈവം 10 പ്രമാണങ്ങൾ നൽകുന്ന സന്ദർഭമാണ്. 10 പ്രമാണങ്ങളിൽ 4ാമത്തെ പ്രമാണമായി പിതാവായ ദൈവം തൻ്റെ ജനത്തിന് സുരക്ഷിതമായി ജീവിക്കാനായിട്ട്, ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാനായിട്ട്, സന്തോഷമുണ്ടാകാനായിട്ട് കൊടുക്കുന്ന കൽപ്പനകളിൽ 4ാമത്തെ കൽപ്പനയാണ് നീ സുഖമായി സന്തോഷമായി ജീവിക്കാനായിട്ട് നിൻ്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നതിലാണ് കാര്യമിരിക്കുന്നതെന്ന്. നമുക്ക് പിതാവായ ദൈവം മോശ വഴി നൽകിയ കൽപ്പന പുത്രനായ ദൈവം പുതിയ നിയമത്തിൽ ജീവിച്ച് കാണിച്ചു തരുന്നത് നമുക്ക് ബൈബിളിലൂടെ കാണാൻ സാധിക്കും. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51 52 വാക്യമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. പിന്നീട് നമ്മൾ 52-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. പിതാവായ ദൈവം നൽകിയ കൽപ്പന പുത്രനായ ദൈവം നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയാണ് ഈ 2 വചനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കൊന്ന് വരാം. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. ഒരു ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതം പോലും ഒന്ന് സുഖമായി ആഘോഷിക്കാനോ അവർക്ക് അതൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ പോലും സമയമില്ലാതെ ഒന്നെങ്കിൽ ഭർത്താവ് പുറത്ത് ഭാര്യ നാട്ടിൽ, അല്ലെങ്കിൽ ഭാര്യ പുറത്ത് ഭർത്താവ് ഇവിടെ എന്നുള്ള രീതിയിൽ 2 പേരും 2 സ്ഥലങ്ങളിലായി നിന്നിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി അവർ പണം സമ്പാദിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ, നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഒരു വലിയ തുക തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എൻട്രൻസ് കോച്ചിങ്ങിനായാലും, മെഡിക്കൽ സീറ്റ് ലഭിക്കാനാണെങ്കിലും, മറ്റ് ഉയർന്ന വിദ്യാഭ്യാസത്തിനാണെങ്കിലും, ജർമ്മനിയോ അല്ലെങ്കിൽ ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഉപരിപഠനം നടത്താനാണെങ്കിലും ഇന്ന് വലിയ ഭീമമായ തുക മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വേണം. അതുകൊണ്ട് മക്കൾ ജനിച്ച ഉടൻ തന്നെ മാതാപിതാക്കൾ വളരെ പ്ലാനും പദ്ധതിയും ചെയ്ത് ആ ഒരു ഒറ്റ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ബാക്കിയുള്ള ദാമ്പത്തിക സുഖമെല്ലാം മാറ്റിവെച്ച്, അവരുടെ ഒരുമിച്ചുള്ള നിമിഷങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ ആ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ അധ്വാനിക്കുന്ന മാതാപിതാക്കൾ ഒരു ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ സമയവും വിദേശ രാജ്യങ്ങളിലോ നാട്ടിലോ പല സ്ഥലങ്ങളിൽ പോയി അധ്വാനിച്ച് അവർ കൊണ്ടുവരുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളൊക്കെ പഠിച്ച് അത്യാവശ്യം നല്ല ജോലികളും നല്ല വരുമാനങ്ങളൊക്കെ വാങ്ങും.
തുടർന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ വിയർപ്പിൻ്റെ ആ പണം കൊണ്ട് അവർ വളർന്ന് വലുതാകും. പക്ഷേ ആ വിയർപ്പിൻ്റെ മണം അവർക്കത് കഴിയുമ്പോൾ പിടിക്കാതെ വരും. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു വൈദികൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. അച്ഛൻ ഒരു വീട് വെഞ്ചരിക്കാനായിട്ട് പോയി. ഇടവകയിലെ അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വികാരിയച്ഛൻ തന്നെ വെഞ്ചരിക്കാനായിട്ട് പോയി. അച്ഛൻ വികാരിയച്ഛൻ വെഞ്ചരിക്കാൻ ചെന്നപ്പോഴത്തേക്കും ആ വീട്ടിലൊരു അമ്മച്ചി ഉണ്ടെന്നുള്ളത് ഈ വികാരിയച്ഛൻ അറിയാം. ഇടയ്ക്ക് അമ്മച്ചീനെ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് അമ്മച്ചിക്ക് വയ്യാതെ ആയിട്ട് പിന്നെ പള്ളിയിലേക്കൊന്നും കാണാതെയായി. പക്ഷേ അമ്മച്ചി മരിച്ചിട്ടില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ വികാരിയച്ഛൻ എന്തായാലും അറിയും. അപ്പോൾ അമ്മച്ചി മരിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ ഈ വീട് വെഞ്ചരിക്കാൻ പോയി. നല്ല വലിയ വീടാണ്. മുകളിലും താഴെ 2 നിലയൊക്കെ ആയിട്ടുള്ളൊരു വീട്. ആ വീട് മൊത്തം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അവസാന സമയം അച്ഛന് കാപ്പി കൊടുക്കാനായിട്ട് മേശയിൽ വലിയ വിഭവങ്ങളൊക്കെ നിരത്തി അവർ മക്കളും അപ്പനും അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നമ്മുടെ അമ്മച്ചി എവിടെ? നമ്മുടെ അമ്മച്ചി എവിടെയെന്ന് വികാരിയച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും മൗനം പാലിച്ചു. പക്ഷേ അവിടെ ശബ്ദിച്ചത് അവരുടെ മകനായ, അതായത് ഈ അമ്മച്ചിയുടെ പേരക്കുട്ടിയാണ്. പറഞ്ഞു, അമ്മച്ചി പുറകിലുണ്ട് അച്ഛൻ. അപ്പോൾ അങ്ങനെ ഈ അച്ഛൻ അമ്മച്ചിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. പുറകിൽ നോക്കിയപ്പോൾ ഈ വലിയ മണിമാളിക പോലുള്ള വീടിന് പിന്നിലായിട്ട് ഒരു ചെറിയ പണ്ടത്തെ അവരുടെ അടുക്കളയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ഒരു എന്താണ് അതിന് പറയുക, ചാപ്രയെന്നോ അല്ലെങ്കിൽ ഒരു കൂരയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ ഒരു ഷെഡ് കൊണ്ട് ചെയ്തേക്കുന്ന ഒരു മുറിയിൽ ആ അമ്മച്ചീനെ കിടത്തിയേക്കുകയാണ്. അത്യാവശ്യം ഒരു കട്ടിലുണ്ട്. അമ്മച്ചി പണ്ട് കാലത്തുണ്ടായിരുന്ന ആ കട്ടിൽ അമ്മച്ചിക്ക് വേണ്ടി ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ആ ഒരു കട്ടിലിൽ മുറ്റത്ത് മണ്ണാണ്, അതിൻ്റെ പുറത്തൊരു കയറ്റുപായൊക്കെ വിരിച്ച് അങ്ങനെ ഒരു മുറിക്കകത്ത് ഒരു മേശയുണ്ട്. അവിടെ അമ്മച്ചിയുടെ കുറച്ച് മരുന്ന്, ഒരു കുരിശുരൂപം, ഒരു പ്രാർത്ഥന പുസ്തകം, ഒരു ജപമാലയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ആ അമ്മച്ചി അവിടെ താമസിക്കുകയാണ്. അമ്മച്ചിക്ക് എണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ പിടിച്ചാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ചിലപ്പോൾ 1ഉം 2ഉം ഒക്കെ അമ്മച്ചി അവിടെയൊക്കെ തന്നെ ചിലപ്പോൾ സാധിച്ചു പോകും. കാരണം ആരെയും വിളിച്ചാൽ കേൾക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അമ്മച്ചിക്ക് ഒറ്റയ്ക്ക് എണീറ്റ് പോകാനും സാധിക്കത്തില്ല. അപ്പോൾ ഈ അച്ഛൻ അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഞങ്ങളോടായിട്ട് ഷെയർ ചെയ്തതാണ്, ആ അമ്മച്ചിയാണ് ഈ മകനെ പഠിപ്പിച്ചത് മുഴുവനും. ആ അമ്മയാണ് ഈ മകന് വേണ്ടിയിട്ട് അധ്വാനിച്ചത് മൊത്തവും. ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചുപോയ അമ്മച്ചി വളരെ കഷ്ടപ്പെട്ട് തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവൻ നല്ല ജോലി വാങ്ങിച്ച് ആ ജോലിയിലൂടെ അവന് നല്ല പെണ്ണിനെ കിട്ടി, നല്ല കല്യാണം കഴിച്ച് അവൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവനൊരു വീടൊക്കെ വെച്ച്, ആ സ്ഥലമൊക്കെ അമ്മച്ചി നേരത്തെ മേടിച്ചതുണ്ടായിരുന്നതുകൊണ്ട് അവിടെ നല്ലൊരു വീടൊക്കെ വെച്ച് അവൻ നല്ല സുഖമായി സുഭിക്ഷമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ അമ്മച്ചിയുടെ വിയർപ്പാണ് ഇന്ന് അവൻ കെട്ടിപ്പടുത്തിയിരിക്കുന്ന ആ വീടിൻ്റെ ഒരു തുടക്കമെന്നും ആ അമ്മച്ചിയുടെ വിയർപ്പാണ് അവൻ്റെ പഠനത്തിന് അവന് സപ്പോർട്ട് ചെയ്തതെന്നും ആ അമ്മച്ചിയുടെ വിയർപ്പിൻ്റെ പണം കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിച്ചതെന്നും സ്വന്തം മകൻ പോലും മറക്കുന്ന ഒരു സാഹചര്യം. ആ അമ്മച്ചി അവിടെയും സന്തോഷമാണ്. അവിടെയും അച്ഛൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ആ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് ഈ മകൻ കുടുംബവും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ അധ്വാനിക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് പണം മുഴുവൻ സമ്പാദിക്കുന്നുണ്ട്, അവരെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മക്കളെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് അപ്പനും അമ്മയും 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ മക്കളെ നമ്മൾ കൊണ്ട് ഹോസ്റ്റലിൽ ചേർക്കും. ഒരു സാധാരണ ഒരു മീഡിയം ഫാമിലിയിലാണെങ്കിലും നമ്മൾ മക്കൾ പഠിക്കുന്നത് CBSE പോലുള്ള ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നല്ല ഗവൺമെൻറ് സ്കൂളിന് പകരം നല്ല മാനേജ്മെൻറ്റിൻ്റെ നല്ല ഹൈ ഫെസിലിറ്റീസ് ഉള്ള സ്കൂളുകളിൽ നമ്മുടെ മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കാനായിട്ട് കൊണ്ട് ചേർക്കും. അവിടെ ചേർത്ത് മാസാമാസം അവർക്ക് ഹോസ്റ്റൽ ഫീസും അവർക്ക് സ്കൂൾ ഫീസും എല്ലാം കൊടുത്ത് മക്കളെ വളർത്തിക്കൊണ്ട് വരും. ഏതെങ്കിലും ഒരു യൂത്ത് ഫെസ്റ്റിവലിനോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിനോ നമ്മുടെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറയുമ്പോൾ പലവിധ കാരണങ്ങൾ പറഞ്ഞ് മക്കൾ മാതാപിതാക്കളെ കൊണ്ടുപോകത്തില്ല. കാരണം അവിടെ പഠിക്കുന്ന തൻ്റെ സഹപാഠികളുടെ വീട് മുഴുവൻ നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണ്. അവർ അപ്പനും അമ്മയൊക്കെ കാറിൽ വന്ന് ഇറങ്ങും. അപ്പനും അമ്മയൊക്കെ നല്ല കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരും. അവരൊക്കെ വരുമ്പോൾ നല്ല സെൻറ്റിൻ്റെ മണമാണ്. പക്ഷേ തൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരു മീഡിയം ക്ലാസ് ആയതുകൊണ്ട് അവർ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മീൻ കച്ചവടക്കാരനാണ് അപ്പനെങ്കിൽ ഒരു മീനിൻ്റെയൊക്കെ മണമുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ അവിടേക്ക് വരുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കുറഞ്ഞു പോവുകയാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ ചുരുക്കം ചില കുട്ടികളെങ്കിലും യുവജനങ്ങളെങ്കിലും ചിന്തിക്കുന്നവരുണ്ട്. അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പണം എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവരുടെ ആ ഒരു നിലവാരം എൻ്റെ നിലവാരവുമായിട്ട് ചേർന്ന് പോകുന്നില്ല. എങ്ങനെയാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നിലവാരവും എൻ്റെ നിലവാരവും രണ്ടാകുന്നത്? എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും അതേ നിലവാരം തന്നെയാണ് എനിക്കെന്ന് പറയാനായിട്ട് എത്ര പേര് തയ്യാറാകും? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു പെൺകുട്ടി ഒരു സിനിമാ നടൻ സൂര്യയുമായിട്ടൊരു വേദിയിൽ പങ്കിട്ട സമയത്ത് ആ പെൺകുട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നുണ്ട്. ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, അത്തരത്തിലെയും ഒരു പെൺകുട്ടി ഉണ്ടെന്ന് നമ്മൾ, അതായത് ഒരു തമിഴ്നാട്ടിലെ ഒരു സാധാ ഗ്രാമത്തിലുള്ളൊരു പെൺകുട്ടിയാണ്.
അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ താഴത്തെ ഒരു അനിയനെ കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പൻ മരിച്ചുപോയി. അവളുടെ പഠിത്തം നിൽക്കേണ്ട സമയം വന്നപ്പോൾ അമ്മ പറഞ്ഞു, പഠിത്തം നിർത്തരുത്, നീ പഠിക്കുക, ഞാൻ ജോലി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് പേഷ്യൻ്റായ അമ്മ വീണ്ടും പണിയെടുക്കാൻ പോയിട്ട് ഈ മോളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച് ആ മോളുടെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഇവൾ വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ പഠിത്തം നിർത്തിയിട്ട് അമ്മയെ ഞാൻ സഹായിക്കാം. അപ്പോൾ അമ്മ ഒരിക്കലും പറയുന്നത് ഇല്ല, പഠിപ്പ് വേണം എന്ന് പറഞ്ഞ് അവൾ നല്ല രീതിയിൽ പഠിക്കുന്നു, അവൾക്ക് നല്ല ജോലി കിട്ടുന്നു. അവളെ ഒരു വേദിയിൽ സംസാരിക്കാനായിട്ട് വിളിക്കുമ്പോഴും അവൾ പറയുന്നു, ഇന്നത്തെ ദിവസമെങ്കിലും അമ്മ എൻ്റെ കൂടെ വരണം. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഈ നിമിഷം വരെ എനിക്ക് ജോലിയായി ഞാനിപ്പോൾ ഒരു വേദിയിൽ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു സിനിമാ നടൻ വരെ ആ വേദിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയും ആ വേദിയിൽ വേണമെന്ന് പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നത്, നിൻ്റെ താഴത്ത് ഒരു അനിയനും കൂടിയുണ്ട്, അവനെയും പഠിപ്പിക്കണം. അമ്മയ്ക്ക് വരാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല, ജോലി വിട്ടിട്ട് വരാൻ പറ്റത്തില്ല, വീട്ടുജോലിയാണ്, ഹൈ ക്ലാസ് ജോലിയൊന്നുമല്ല. അതുകൊണ്ട് മോളൊരു പണി ചെയ്താൽ മതി, മോൾ സംസാരിക്കുന്നത് ഫോൺ ഓണാക്കി വെച്ചിട്ട് സംസാരിച്ചാൽ മതി, അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് അത് കേട്ടുകൊള്ളാമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി അത് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ ഒരു കുട്ടികളെ കുറ്റപ്പെടുത്തി മാത്രമല്ല, രണ്ട് തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് അവരുടെ വിഷമതകൾ അറിഞ്ഞ് എത്ര ഉയരത്തിൽ കയറിയാലും അവരെപ്പറ്റി സംസാരിക്കുന്ന മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഉയരങ്ങൾ കയറും തോറും നമ്മുടെ മാതാപിതാക്കളെ മറക്കുന്ന മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു നല്ല ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ, ഒത്തിരി അത്യാവശ്യം സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഭാരമാണ്, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് ഭാരമാണ്. കാരണം എൻ്റെ സ്റ്റാറ്റസുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. ഞാൻ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവർക്കില്ല. ഒരു പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, നമ്മുടെ അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസം കുറവായിരിക്കാം, അവർക്ക് ചിലപ്പോൾ ഗ്ലാമർ കുറവായിരിക്കാം, ചിലപ്പോൾ അവരുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടാകാം, ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കിയതിൻ്റെ തെളിവാണ്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കും, ഇത് ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇത് ജീവിക്കാനാണ് പാടെന്ന്. നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 16 വരെയുള്ള വചനമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും വലിയൊരു ഭാഗം ഞാൻ എടുത്തത്, അതിൻ്റെ ഹെഡിങ് തന്നെ മാതാപിതാക്കന്മാരോടുള്ള കടമയെന്നാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെയൊക്കെ ആയിരുന്നാലും, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാലും, എല്ലാ ദിവസവും ഈ ഒരു വചനഭാഗം നമ്മൾ പഠിച്ച് വായിച്ച് ഇത് ബൈഹാർട്ടാക്കി നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും അവിടെ നമ്മളെ അറിയപ്പെടുന്നത് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും പേരിലായിരിക്കും. നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും പേരിലായിരിക്കും നമ്മൾ അറിയപ്പെടുക. വചനം ഇപ്രകാരമാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും. ദാസൻ എന്ന പോലെ അവൻ അവർക്ക് മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവരുടെ അടിത്തറ ഇളക്കും. മഹത്വം കാക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവന് മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീണ്ടെടുക്കുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അതു നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്നപോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നവന് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. ശരിക്കും ഈയൊരു ഭാഗം നമ്മൾ മനസ്സിരുത്തി വായിച്ച് അത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ നോട്ടം കൊണ്ട് പോലും നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ വേദനിപ്പിക്കത്തില്ല. അവരെന്ത് തന്നെ തെറ്റ് ചെയ്താലും, ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും വീഴ്ച, ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടായത്, ചിലപ്പോൾ അവരിടപെട്ടതായിരിക്കാം പ്രശ്നമുണ്ടായത്. എന്ത് തന്നെ ആയാലും കർത്താവ് പ്രത്യേകം പറഞ്ഞു വയ്ക്കുകയാണ്, അവരെത്ര തന്നെ തെറ്റായാലും നീ ഒരു ദാസനെ പോലെ, നീ ഒരു ദാസിയെ പോലെ നിൻ്റെ മാതാപിതാക്കളെ നീ സേവിക്കണം. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, നിൻ്റെ കുടുംബം ബലവത്താകാനായിട്ട്, നിൻ്റെ ജീവിതം സുരക്ഷിതമാകാനായിട്ട്. കാരണം നീയും നാളെ ഈ ഒരു നിലയിലേക്ക് വരും. നീയും നാളെ മാതാവും പിതാവുമാകും. നീയും നാളെ അപ്പനും അമ്മയും വരും. അപ്പനും അമ്മയും ആകും. വിതച്ചതേ കൊയ്യുകയുള്ളൂ. ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടത് ഓർക്കുകയാണ്.
ഒരു വീട്ടിൽ പുതിയ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഒരു ചെട്ടി ചളഞ്ഞ ഒരു പാത്രം എടുത്തിട്ട് അവിടെ ഒരു അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരുടെ മകൻ അപ്പുറത്തൊരു ചിരട്ട എടുത്ത് കഴുകി വെക്കുന്നു. അപ്പോൾ ആ സമയത്ത് മുറ്റത്തിറങ്ങി കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഈ അമ്മ മകനോട് ചോദിക്കുന്നത് ഇതെന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നു, നാളെ നിങ്ങൾക്ക് ഭക്ഷണം തരാനായിട്ടുള്ള പാത്രം ആക്കി വെക്കുകയാണ്. അതായത് അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും അവർ കൊടുക്കുന്ന സ്ഥാനം, സ്വന്തം അപ്പനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുന്ന മകനും മകളും, പേരക്കിടാവും പേരക്കിടാതെയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എന്താണോ കാണിക്കുന്നത് അത് തിരിച്ച് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെയും ബഹുമാനിക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുപോയി വീടിൻ്റെ ചായ്പിൽ കൊണ്ടാക്കി പുതിയ വീട്ടിൽ നിങ്ങൾ താമസിക്കുകയും ആ അമ്മയെ പഴയ വീട്ടിൽ കൊണ്ട് താമസിക്കുക അല്ലെങ്കിൽ പഴയൊരു ചാപ്രയിൽ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ വലുതായി വരുമ്പോഴത്തേക്കും നിങ്ങളെ ഒന്നെങ്കിൽ തെരുവിലോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ കൊണ്ടാക്കുമെന്നുള്ളത് അതൊരു സത്യമാണ്. അത് അങ്ങനെ നടക്കുകയുള്ളൂ. കാരണം വചനം പഠിപ്പിക്കുന്നുണ്ട്, വിതച്ചതേ നമ്മൾ കൊയ്യുകയുള്ളൂ. പ്രിയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, പ്രിയ യുവജന സുഹൃത്തുക്കളെ, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും നിലനിന്ന് പോയിരിക്കുന്നത്. നമ്മുടെ അപ്പനും അമ്മയും അവരുടെ മാതാപിതാക്കളെ ദുഷിച്ചിട്ടുണ്ടാകാം. നമ്മുടെ അപ്പനും അമ്മയും അവരുടെ മാതാപിതാക്കളെ ചിലപ്പോൾ ദ്രോഹിച്ചിട്ടുണ്ടാകാം, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ തലമുറയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. എൻ്റെ മാതാപിതാക്കൾ ചെയ്തത് ഞാൻ ചെയ്യില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാം. അപ്രകാരം ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കും. എത്രയൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ സമ്പാദിച്ചിട്ടും ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല എന്ന് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വേണ്ട രീതിയിൽ മാനിക്കുന്നില്ല. നമ്മുടെ അപ്പനെയും അമ്മയെയും നമ്മൾ വേണ്ട രീതിയിലുള്ള സ്ഥാനം കൊടുക്കുന്നില്ല. അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഏറ്റവും ന്യൂ ജനറേഷൻ പുതിയ തലമുറയിലുള്ള മക്കളോട് ഒരപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു കറക്ഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ അനുവാദമില്ല. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടതാണ്. ഒരമ്മൂമ്മ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പേരക്കിടാവിനോട് എന്നെക്കൊണ്ട് മാപ്പ് പറയിച്ച മരുമോൾ. ആ കുട്ടി ഒരു തെറ്റ് ചെയ്തപ്പോൾ അവനൊന്ന് ശകാരിച്ചതിന് ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് മരുമോൾ പറഞ്ഞിട്ട് ആ അമ്മേനെ കൊണ്ട് മാപ്പ് പറയിച്ച മരുമോൾ. എന്താണ് ഇവിടെ കൊടുക്കുന്ന സൂചന? തങ്ങൾക്ക് ഞാനും എൻ്റെ മക്കളും എന്നുള്ള ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളും അതേ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, പഴയ കാലങ്ങളിലെ എത്രയൊക്കെ ഒരു 10-12 മക്കളുള്ള വീട്ടിലാണെങ്കിലും ഈ 12 മക്കളും വലുതായി പല കുടുംബങ്ങളായി മാറിയാലും ഒരു ഈസ്റ്റർ വരുമ്പോൾ, ഒരു ക്രിസ്മസ് വരുമ്പോൾ ഈ കുടുംബം എല്ലാം ഒരുമിച്ച് ആ തറവാട്ട് വീട്ടിലേക്ക് വരും. ഈ തറവാട്ട് വീട്ടിലേക്ക് വന്നാലും അവിടെ കാരണവരെപ്പോഴും ആ 12 പേരുടെ 15 പേരുടെ അപ്പനും അമ്മയും തന്നെയായിരിക്കും. അവരുടെ ചുറ്റുമിരുന്ന് ആമക്കളെല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ പെമ്മക്കളെല്ലാം കൂടി അടുക്കളയിൽ അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നു. ഇത്തരത്തിൽ അപ്പനും അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന കുടുംബങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ തലമുറ ഒരു മകൻ 2 മകളായി വരുമ്പോൾ ആ മക്കൾ എന്തു പറഞ്ഞാലും അതിനനുസരിച്ച് താളം തുള്ളുന്ന മാതാപിതാക്കളാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിശ്വാസ മൂല്യം മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പനൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മകളോട് അപ്പനൊരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അമ്മ അപ്പനെ കൊണ്ട് മക്കളോട് മാപ്പ് ചോദിപ്പിക്കുക, അല്ലെങ്കിൽ അമ്മ കൊച്ചുങ്ങളെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ അപ്പൻ അമ്മേനെ വഴക്ക് പറഞ്ഞുകൊണ്ട് മക്കളെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും മക്കൾക്ക് എന്താണ് തെറ്റ്, എന്താണ് ശരി, ആരെയാണ് അനുസരിക്കേണ്ടത്, ആരെങ്കിലും അനുസരിക്കണോ, ഇങ്ങനെയുള്ള ചിന്താഗതികളിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചിന്താഗതി വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ബാക്കി കൂട്ടുകെട്ടുകളും കൂടി വന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് വെറും ഒരു ATM മെഷീൻ മാത്രമാകും. ഒരമ്മ എന്നോട് തുറന്നു പറഞ്ഞതാണ്, ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരമ്മ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മകൻ എന്നെ കണ്ടേക്കുന്നത് ഒരു ATM മെഷീനായിട്ടാണ്. എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് വേണ്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു മെസ്സേജ് അയച്ചിടും, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് പറയും. ആ സമയത്ത് ആ പൈസ ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അതിന് മാത്രം, അതല്ലാതെ അമ്മ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അമ്മ എവിടെയാണ്, അമ്മയ്ക്ക് സുഖമാണോ, ഇതൊന്നുമില്ല. ഒരു ATM മെഷീനായിട്ട് മാത്രം കണ്ട് പൈസ മാത്രം കൊടുക്കുന്നു. അവന് എന്നെ കാണണമെന്നൊരു ആഗ്രഹം പോലുമില്ല. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ ഒരു വലിയ വില അതിൻ്റെ അകത്തുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എവിടെ സംസാരിക്കാൻ പോയാലും എവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയാലും ഞാൻ അവിടെ എപ്പോഴും എൻ്റെ അമ്മേനെ ഞാൻ സ്മരിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് 3 അമ്മയാണുള്ളത്. ഒന്ന് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ, മറ്റൊന്ന് എൻ്റെ പരിശുദ്ധ കത്തോലിക്ക തിരുസഭ, പിന്നെ പരിശുദ്ധ കന്യകാ മാതാവ്. ഈ 3 അമ്മമാരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വലിയ സപ്പോർട്ടാണ്. എനിക്ക് വലിയ ഏറ്റവും വലിയ വില എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുമാണ്. എൻ്റെ അമ്മ എനിക്ക് നൽകിയിരിക്കുന്ന കുറേ ജീവിതമുണ്ട്.
എൻ്റെ അമ്മ, എനിക്കറിയാം, എൻ്റെ അപ്പൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയപ്പോഴത്തേക്കും എൻ്റെ അമ്മയാണ് ഞങ്ങളെ 3 പേരെയും വളർത്തിയത്. ആ അമ്മയുടെ വലിയ സഹനം, ത്യാഗം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ അമ്മ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ഒരിക്കലും അമ്മ ആഗ്രഹിക്കുന്നില്ല ഇത് എൻ്റെ മോനാണെന്ന് എല്ലായിടത്തും പറയാം, അല്ലെങ്കിൽ അതൊരു കുറച്ചിലായിട്ടൊക്കെ അവന് തോന്നുമോ എന്നൊക്കെ അമ്മ ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയോ കർത്താവ് എൻ്റെ മനസ്സിൽ കൊണ്ടുവരും. ആ അമ്മേനെ ഞാൻ ആ സ്റ്റേജിലേക്ക് വിളിച്ചു കൊണ്ടുവരും. ആ സമയത്ത് എൻ്റെ അമ്മയുടെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിട്ടുണ്ടാകും. കാരണം നമ്മുടെ മാതാപിതാക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ വില കൊടുത്ത് സംസാരിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ, മാതാപിതാക്കൾക്ക് വില കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിലും വിലപ്പെട്ടവനായിരിക്കും. എൻ്റെ അമ്മയുടെ സഹനമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അബോഷന് വരെ ശ്രമിച്ച എന്നെ, ഞാൻ ജനിക്കാൻ പോലും ഈ ലോകത്തിൽ ആരും ആഗ്രഹിക്കാതിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ഇടപെടൽ കൊണ്ട്, എൻ്റെ അമ്മയുടെ ഒരു വാക്കുകൊണ്ട്, ദൈവത്തിനോട് എൻ്റെ അമ്മൂമ്മ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടിയെ ദൈവം എൻ്റെ അമ്മയ്ക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. തുടർന്നുള്ള എൻ്റെ ഓരോ ജീവിത കാലഘട്ടങ്ങളിലും എന്നെ പഠിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മ ചെലവഴിച്ചതുകൊണ്ടും എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടും ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എവിടെ ആയിരുന്നാലും ഒരു 4-5 പ്രാവശ്യം വിളിച്ച് നീ ഭക്ഷണം കഴിച്ചോ, നീ നിനക്ക് ഉറങ്ങാൻ കിട്ടുന്നുണ്ടോ, നിനക്ക് സമയമുണ്ടോ, സാഹചര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ജീവിത നിലവാരം ഓരോ നേരവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എവിടെയായിരുന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ അപ്പനെയും അമ്മയെയും നമുക്ക് അല്പം വില കൊടുത്ത് ഇനി കാണാൻ ശ്രമിക്കാം. ഇത്രയും കാലം എങ്ങനെയായിരുന്നോ അത് നമുക്ക് മറന്നു കളയാം. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. കർത്താവ് നമ്മുടെ പഴയ നിയമത്തിൽ പിതാവായ ദൈവം കൊടുത്ത കൽപ്പനയിൽ പ്രത്യേകം പറയുന്നില്ലേ, പിതാവായ ദൈവം നിനക്ക് തരുന്ന സ്ഥലത്തിൽ നീ സ്ഥിരമായി ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, സുസ്ഥിരതയോടെ ജീവിക്കാനായിട്ട്, സമൃദ്ധിയോടെ ജീവിക്കാനായിട്ട് നീ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇത് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ക്രെഡിറ്റാണ്. കാരണം നമ്മുടെ നന്നായിട്ട് ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു കാര്യം നീ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതൊരു നമുക്കൊരു ഉപദേശമാണ്, നമുക്കൊരു നിയമമാണ്, നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള നമുക്കൊരു അച്ചീവ്മെൻ്റാണ്. നമ്മുടെ അപ്പനെയും അമ്മേനെയും ഇനിയെങ്കിലും നമ്മൾ ഇത്രയും കാലമൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇനിയെങ്കിലും നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമുക്ക് ആവശ്യത്തിനൊരു വില കൊടുക്കാം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അതിന് നമുക്ക് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും എന്തായിരുന്നാലും അപ്പനും അമ്മയ്ക്കും ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെയൊക്കെ വിളിച്ച്, ഫോണിലാണെങ്കിലും വിളിച്ച് സംസാരിക്കുക. വിദേശ രാജ്യങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെയൊക്കെ ഒന്ന് അവരോട് സംസാരിക്കുക. നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാലും മാതാപിതാക്കളോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുക. കാരണം ഒരു മാതാപിതാക്കളും സ്വന്തം മക്കൾ പൈസ ഉണ്ടാക്കി തങ്ങളെ രാജാവായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു രാജകീയമായിട്ടുള്ള ജീവിതം തരുമെന്ന് ഒരു മാതാപിതാക്കളും വിചാരിക്കുന്നില്ല. നേരെ മറിച്ച് അവർ വിചാരിക്കുന്നത് എത്ര തിരക്ക് പിടിച്ച മക്കളാണെന്നുണ്ടെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അമ്മയ്ക്ക് സുഖമാണോ, അപ്പന് സുഖമാണോ എന്ന് അന്വേഷിക്കുക. തങ്ങളുടെ മക്കളെ പേരക്കിടാങ്ങളെയൊക്കെ ഒന്ന് ഇടയ്ക്ക് കൊണ്ടുവന്നൊന്ന് കാണിക്കുക. ഒന്ന് വീഡിയോ കോളിലൂടെയെങ്കിലും സുഖവിവരങ്ങളൊന്ന് അന്വേഷിക്കുക. അത്തരത്തിൽ സ്വന്തം അപ്പനും അമ്മയും മക്കളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ അപ്പനും അമ്മയ്ക്കും ജീവിക്കാനായിട്ട് ആ കാര്യങ്ങൾ മാത്രം മതി. പട്ടിണിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വേറെ 1 രൂപ പൈസ കൊടുക്കുന്നില്ലെങ്കിലും അവരാഗ്രഹിക്കുന്നത് എൻ്റെ മകൻ, എൻ്റെ മകൾ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ എവിടെയായിരുന്നാലും എൻ്റെ കുഞ്ഞ് തന്നെയാണ്. അവനെ 10 മാസം നൊന്ത് വയറ്റിലിട്ട് വളർത്തി ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്ന് പ്രസവിച്ചതിന് ശേഷം വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അവരുദ്ദേശിച്ചിരിക്കുന്നത് ഇവനൊരു ഡോക്ടറായിട്ട്, എഞ്ചിനീയറായിട്ട്, ഞങ്ങളെ രാജാവായിട്ട് കൊണ്ടുനടക്കുമെന്നല്ല. ഇവൻ എന്തായിരുന്നാലും എപ്പോഴും ഞങ്ങളുടെ മുന്നിൽ ഇവൻ ആ ഒരു കുഞ്ഞു വാവ തന്നെയാണ്. നമുക്ക് എത്ര പേർക്ക് ഇത്രയും പ്രായമായാലും നമ്മുടെ അമ്മയുടെ മടിയിൽ പോയി ഒന്ന് കിടക്കാനായിട്ട് നമുക്ക് സാധിക്കും? നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ അപ്പനൊരു ഉമ്മ കൊടുക്കാനായിട്ട് സാധിക്കും? അത്രയൊക്കെ നമ്മുടെ ചിന്താഗതികളൊക്കെ ഇടുങ്ങിപ്പോയിരിക്കുകയാണ്. നമ്മളൊക്കെ അത്രയും ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. കാരണം അതൊക്കെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയാണെന്നുള്ള രീതിയാണ് നമ്മുടെ മനസ്സിലേക്ക്. ഞാൻ എന്നും പറയുകയാണ്, ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമെന്നറിയില്ല. ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സിൽ ഞാൻ എന്നും അമ്മയുടെ മോനായിട്ട് സന്തോഷത്തോടെ ആയിട്ട് വേണം ഇറങ്ങാനായിട്ട്. കാരണം നാളെ ഒരു ദിവസം പോയിട്ട് നാളെ തൊട്ട് ഉമ്മ കൊടുക്കാം, അല്ലെങ്കിൽ നാളെ തൊട്ട് അമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ നാളത്തെ ഒരു ദിവസം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? ചില മക്കൾ ചിന്തിക്കുന്നതാണ്, എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല പൈസയൊക്കെ ആയി കഴിഞ്ഞിട്ട് എൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കാം. ചില പെൺകുട്ടികൾ ചിന്തിക്കുന്നതാണ്, ഇപ്പോൾ എന്നെ വീട്ടുകാർ കൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കി, അപ്പോൾ അവർക്ക് എന്നോട് സ്നേഹമില്ല, പക്ഷേ എൻ്റെ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പഠിച്ച് ജോലി മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പൈസ കൊണ്ട് അവരെ ഞാൻ ജീവിപ്പിക്കും. ആ സമയത്ത് അവർ മനസ്സിലാക്കും എൻ്റെ സ്നേഹം എന്താണെന്നുള്ളത്.
ഇങ്ങനെ ചിന്തിക്കുന്ന മക്കളോട് പറയാനുള്ളത്, അവർക്ക് ആ സമയം വരെ നിങ്ങളോ ആ സ്നേഹം ആസ്വദിക്കാനായിട്ട് മാതാപിതാക്കളോ ജീവിച്ചിരിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അത് ദാരിദ്ര്യമാണെങ്കിലും സങ്കടമാണെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും എന്താണെങ്കിലും തന്നെയും നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ, എത്രത്തോളം ആദരവ് കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശു ക്രിസ്തു. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. മരിക്കുന്നതിൻ്റെ അവസാന നിമിഷവും മരിക്കുന്നതിൻ്റെ അവസാന സമയത്തും കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന സമയത്തും ഈശോ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് തൻ്റെ അമ്മയെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു എന്നതാണ്. യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ അമ്മയെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, പൊന്നുപോലെ നോക്കിക്കണം എന്നുള്ള രീതിയിലാണ് യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ, ഇനി അവൻ നോക്കിക്കോളും, അവൻ സംരക്ഷിച്ചോളും നിന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഈശോ മാതാവിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ പിതാവെ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. ഒരു മകൻ എങ്ങനെയായിരിക്കണം മാതാപിതാക്കളോടെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെയില്ല. തൻ്റെ അമ്മയെ അങ്ങനെ ഭൂമിയിൽ ഇട്ടിട്ട് പോകാനുള്ളതല്ല, ഒറ്റയ്ക്കിട്ടിട്ട് പോകാനുള്ളതല്ല എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണ് താൻ മരിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി കഴിഞ്ഞപ്പോൾ, ഉയർത്തെണീറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മയെ ഭൂമിയിൽ തനിക്ക് വേണ്ടി വിഷമതകൾ സഹിച്ച് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തനിക്ക് പ്രസവിക്കാനായിട്ടൊരു സ്ഥലം പോലും ലഭിക്കാതെ വന്നിട്ട് ഒരു കാലിത്തൊഴുത്തിൽ തനിക്ക് ജന്മം നൽകി തന്നെ വളർത്തി വലുതാക്കിയ ആ അമ്മയെ ഭൂമിയിൽ ഇനി ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അമ്മയെ മഹത്വപ്പെടുത്തിയ യഥാർത്ഥ പുത്രൻ. ആ പുത്രനാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. ആ പുത്രനാണ് നമുക്ക് മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആ പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ആ പുത്രൻ അമ്മയെ എങ്ങനെയാണോ മഹത്വപ്പെടുത്തിയത്, ആ പുത്രൻ പിതാവിനെ എങ്ങനെയാണോ വിധേയപ്പെട്ട് നസ്രത്തിൽ ജീവിച്ചത്, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ മാതാപിതാക്കളെ ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ എല്ലാ പണികളും ചെയ്തിട്ട് സ്വന്തം സുഖമോ സന്തോഷവും നോക്കാതെ, അമ്മയാണെങ്കിൽ അടുക്കളയിൽ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന, അപ്പനാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ പകലന്തിയോളം ഞങ്ങൾക്ക് വേണ്ടി പുറത്തുപോയി പണിയെടുത്ത് പൈസ ആക്കി കൊണ്ടുവരുന്ന ആ മാതാപിതാക്കളെ ഞങ്ങൾ എപ്പോഴൊക്കെയോ ഈശോയെ വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. ആ നിമിഷത്തെ എല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് മാതാപിതാക്കൾ ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് മാതാപിതാക്കളെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതം സ്വസ്ഥകരമാകുവാൻ, ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ അങ്ങ് നൽകിയ കൽപ്പനയാണല്ലോ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത്. നല്ല ദൈവമേ, നാളിതുവരെ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ വന്ന അവസരങ്ങൾ, അവരെ ഒറ്റപ്പെടുത്തിയ അവസരങ്ങൾ, അവരെ കുറ്റപ്പെടുത്തിയ അവസരങ്ങൾ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അവരെ ഞങ്ങൾ അകറ്റി നിർത്തിയ അവസരങ്ങൾ, ഈ നിമിഷത്തെ എല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടാനുള്ള ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊണ്ട് ആ മേഖലയെല്ലാം തരണം ചെയ്ത് ഞങ്ങളുടെ മാതാപിതാക്കളോട് നല്ല സ്നേഹത്തിൽ വളരുവാനും, ഒരു ദാസൻ എന്ന പോലെ, ഒരു ദാസി എന്ന പോലെ അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയായാലും അവരെ മഹത്വപ്പെടുത്തി അവർക്ക് സ്ഥാനം കൊടുക്കുന്ന രീതിയിൽ ജീവിതം മാറ്റുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, തൻ്റെ പുത്രൻ അമ്മയെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മളോട് മേലും നമ്മുടെ കുടുംബങ്ങളോട് മേലും എന്നും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.